ഹലോ ഗൈസ്, അപ്പോൾ ഇതൊരു വീഡിയോ വന്ന് എൻ്റെ വേണ്ടി സ്പെഷ്യൽ വാഴയ്ക്ക മസാലക്കറിയാണ്. അതിന് വേണ്ടി 2 വാഴയ്ക്കയും വെല്ലുള്ളിയും തക്കാളിയും വെളുത്തുള്ളി എടുക്കുക, മുളകും ഇഞ്ചിയും കറിവേപ്പിലയും കാണിക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് വാഴയ്ക്ക അതിന് ശേഷം അതിൽ വെള്ളത്തിലിട്ടേക്ക് കറുവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് വെല്ലുള്ളി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി ഇതെല്ലാം ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. അത് പിന്നെ വാഴയ്ക്ക വേവിക്കാനായിട്ട് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം 2 വിസിലടിക്കുക. അപ്പോൾ കുക്കറിലാണ് ചെയ്ത്, അല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അത് മാറ്റിയതിന് ശേഷം പിന്നെ ഒരു പാൻ എടുത്ത ശേഷം അത് കത്തിച്ചിട്ട് ചൂടായി ശേഷം പിന്നെ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകും മറ്റൽ മുളകും കൂടിയിട്ട് ഇട്ട ശേഷം ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വെല്ലുള്ളിയും, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇട്ടൊന്ന് ബ്രൗൺ കളർ ആവണേലൊന്ന് മിക്സ് ചെയ്യുക. പെട്ടെന്ന് ആവാൻ വേണ്ടി കിട്ടാൻ വേണ്ടി നമുക്ക് അതിൽ കുറച്ച് ഉപ്പിട്ടാക്കി പെട്ടെന്ന് കിട്ടും കേട്ടോ. ആ ബ്രൗൺ കളറായ ശേഷം പിന്നെ തക്കാളിയിൽ മിക്സ് ചെയ്ത് വീണ്ടും ഇളക്കുക. പിന്നെ അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാൻ വേണ്ടി മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീർ ചില്ലി പൗഡർ, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്ന് നന്നായി ഇളക്കണം കേട്ടോ. പെട്ടെന്ന് ഇളക്കണം, അല്ലെങ്കിൽ പൊടി കരിയാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അത് പച്ചമണം മാറുന്ന വരെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കുക. അങ്ങനെ ഗ്യാസ് സ്ലിമ്മാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടി കരിയാൻ വേണ്ടി നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഒരു മസാലക്കറിയാണല്ലോ, അപ്പോൾ ഞാൻ ആവശ്യത്തിനായിട്ട് വെള്ളം ഒഴിക്കുക. ഞങ്ങൾക്ക് കറി പോലെ കിട്ടണമെങ്കിൽ കുറേ ഒഴിച്ചോളൂ. ഇപ്പോൾ മസാലക്കറി കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഇളക്കുക. പിന്നെ കറിയൊക്കെ ആ മസാലയൊക്കെ ആ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. 5 മിനിറ്റ് അടച്ചൊന്ന് തിളച്ച് കിട്ടും. അതുപോലെ നമ്മുടെ മസാലയുടെ സെറ്റായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേവിച്ച് വെച്ച് നമ്മൾ വാഴക്കായും കൂടി അതിലേക്ക് ഇടുക. ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കുക. പിന്നെ അത് അത്രയ്ക്ക് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി വാഴയ്ക്ക വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ സിമ്പിൾ വാഴയ്ക്ക മസാലയൊക്കെ റെഡി ആയിരിക്കും. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആയിരിക്കും നമ്മുടെ സെറ്റായിട്ട് നമ്മുടെ കറി. നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഒന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.